പരീക്ഷ എന്നത് പല കുട്ടികൾക്കും ബാലികേറാമലയാണ്. ഇതിനൊരു പരിഹാരം കാണാൻ ഇതുവരെ സർക്കാരുകൾക്കായിട്ടില്ല. വിദ്യാഭ്യാസ പരിഷ്കരണം സംബന്ധിച്ച് പല ചർച്ചകളും നടക്കുന്നുണ്ടെങ്കിലും പരീക്ഷ മാത്രം പഴഞ്ചനായി തുടരുകയാണ്. ക്ലാസ് മുറിയിൽ ഒരു കുട്ടിയും പിറകിലായി പോകരുത്. അതിനുവേണ്ടി സീറ്റിംഗ് അറേഞ്ച്മെന്റ് പോലും പരിഷ്കരണത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്തു. വടിയെടുത്തോ കണ്ണുരുട്ടിയോ അല്ല കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്ന് കേരളത്തിൽ പലതവണ ചർച്ച ചെയ്തു. സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ക്യാമ്പസുകൾ ഉണ്ടാവണമെന്ന് ശക്തമായി പറഞ്ഞതും നമ്മുടെ സംസ്ഥാനമാണ്. ഏറ്റവും അവസാനമായി ജെൻഡർ ന്യൂട്രാലിറ്റിയും പെൺകുട്ടികളുടെ തട്ടവും സ്കൂൾ യൂണിഫോമും ഒക്കെ ചർച്ചയിൽ വന്നു. പക്ഷേ അപ്പോഴും പരീക്ഷാ സമ്പ്രദായത്തെക്കുറിച്ച് ഒരു ചർച്ചയുമില്ല. പരീക്ഷാ പേടി കുട്ടികളിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ സംവിധാനം ഇങ്ങനെ പോയാൽ മതിയോ? പഠിക്കാനുണ്ട്, കുറെ സിലബസ് മാറിയോണ്ട്. SSLC പരീക്ഷ കുറച്ച് പാടാണ്. സിലബസ് മാറിയോണ്ട് കൂടുതൽ എക്സാമിന്റെ പാറ്റേൺ ഫുള്ള് മാറിയല്ലോ. സോ അതുകൊണ്ട് ഇപ്പോൾ കുറച്ചും കൂടെ ടഫ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നല്ല പാടുണ്ട്. യൂണിറ്റ് ടെസ്റ്റ് നടത്തുമ്പോൾ കുട്ടികൾക്ക് ഒന്നും കൂടി മനസ്സിലാവുമല്ലോ എന്താ ക്വസ്റ്റ്യൻ വരാന്ന്. അപ്പോൾ എക്സാമിന് സുഖമായി ചെയ്താൻ പറ്റും. വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേടിയുടെ കാരണങ്ങളിലൊന്ന് പരീക്ഷ എത്തുമ്പോഴേക്കും പാഠഭാഗങ്ങൾ പഠിച്ചു തീർക്കാൻ കഴിയുമോ എന്ന ആധിയാണ്. 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറം പാഠഭാഗങ്ങൾ പഠിക്കേണ്ടി വരുന്നുവെന്ന പരാതി ഉയരുന്നുണ്ട്. പരീക്ഷാ സമ്പ്രദായം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആ സിസ്റ്റം ആകെ മാറിയെന്ന് മാത്രമല്ല, ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി. കുട്ടികൾ നന്നായി ഡൈവേർജൻ്റായി തിങ്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് ഉത്തരം നൽകേണ്ട ഒരു അവസ്ഥ പെട്ടെന്ന് ഇങ്ങോട്ട് മാറിയപ്പോൾ വളരെ പ്രയാസം കുട്ടികൾക്കുണ്ട്. അത് ശരിക്കും മാനസിക പ്രയാസം കഴിഞ്ഞ ഹാഫ് ഇയർലി പരീക്ഷയിലൊക്കെ ശരിക്കും കാണാനുണ്ട്. യഥാർത്ഥത്തിൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി രാവിലെ 6 മണിക്ക് മുതൽ ട്യൂഷനിലാണ്. പിന്നെ 9 മണിയാകുമ്പോഴത്തേക്ക് സ്കൂൾ തുടങ്ങുകയാണ്. മോർണിംഗ് ക്ലാസ് തുടങ്ങുന്നുണ്ട്. പിന്നെ അവർക്ക് ഈവനിങ് ക്ലാസ് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു SLCയോടനുബന്ധിച്ച് നൈറ്റ് ക്ലാസ് നടത്തുക. ആ കുട്ടിയെ ഒന്ന് ചിന്തിച്ച് നോക്കി നിങ്ങൾ. സിലബസ് പരിഷ്കരണം നല്ലതാണ്. പരിഷ്കരണം വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമല്ലെങ്കിൽ അവർ പാടുപെടും. പലപ്പോഴും മാറുന്ന സിലബസിനൊപ്പം എത്തിപ്പിടിക്കാൻ അധ്യാപകർക്ക് പോലും ആവുന്നില്ല. ഇപ്പോൾ സിലബസ് മൊത്തത്തിൽ മാറിയതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ പഠിക്കേണ്ട ഫുള്ള് രീതി മാറിയിട്ടുണ്ട്. അതിനോട് ഫോക്കസ് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. ബട്ട് ട്യൂഷൻ അതിനൊക്കെ കൂടി പോയിട്ട് ഒന്ന് ഓക്കെ ആയി വരുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഓപ്പൺ ബുക്ക് പരീക്ഷാ രീതിയാണുള്ളത്. പുസ്തകത്തിൽ ആശയങ്ങൾ വായിച്ച് വിദ്യാർത്ഥി പഠിച്ചെടുത്ത വിശകലനം നൽകലാണ് രീതി. ഓപ്പൺ ബുക്ക് പരീക്ഷ ചോദ്യങ്ങളെ കൊണ്ട് വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കില്ല. ഒരു 14-15 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ആധികമായിട്ട് ഉണ്ടാക്കിയിട്ട് ബാക്കി അവർക്ക് അവരുടെ ടേസ്റ്റിനനുസരിച്ച് സ്കിൽ ഡെവലപ്പ് ചെയ്യണമെന്നാണ്. അപ്പോൾ എല്ലാവരും ഏതൊക്കെ രൂപത്തിലാണ് മനുഷ്യനെ ഉയർച്ചയിൽ വരുന്നത്. ഇപ്പം നമ്മളിപ്പോൾ സ്പോർട്സിൽ വരുന്നവരുണ്ടാവും, അതേ രൂപത്തിൽ തന്നെ ആർട്സിൽ വരുന്നവരുണ്ടാവും. ആ രൂപത്തിലേക്കൊരു ചാനലൈസ് ചെയ്ത് പോയിട്ട് അവരുടെ പാഷൻ പ്രൊഫഷനാക്കി മാറ്റുന്ന രൂപത്തിലേക്കുള്ളൊരു സംവിധാനം വരണം എന്നാണ്. ഓണത്തിനും ക്രിസ്തുമസിനും മാർച്ചിൽ നടത്തുന്ന കൊല്ലപ്പരീക്ഷയും ഒക്കെ നല്ലതു തന്നെ. എന്നാൽ ഓരോ പാഠഭാഗങ്ങൾ കഴിയുമ്പോൾ യൂണിറ്റ് ടെസ്റ്റുകൾ നടത്തി റിസൾട്ട് പ്രഖ്യാപിക്കുന്ന രീതി കൊണ്ടുവന്നാൽ പരീക്ഷാ പേടിയിൽ നിന്ന് കുട്ടികളെ മുക്തരാക്കാൻ കഴിയും. എഴുത്തു പരീക്ഷകൾക്ക് മാത്രം മാർക്ക് നൽകിയാൽ പോരാ, സ്കിൽ ഡെവലപ്മെൻറ്റിനും മാർക്കിടുന്ന കോളമുണ്ടാവണം. പരീക്ഷയൊരു ബാലികേറാമലയല്ലെന്ന് കുട്ടികൾ പറയണമെങ്കിൽ നമ്മുടെ പരീക്ഷാ സമ്പ്രദായത്തെ അടിമുടി മാറ്റണം. അതിനായി വിദ്യാഭ്യാസ വകുപ്പ് മുന്നിട്ടിറങ്ങണം. ഒപ്പം നമ്മളും ചേരണം. ക്യാമറമാൻ ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. എത്രയോ കാലം മുന്നേ കേൾക്കാൻ തുടങ്ങിയതാണ് ഈ പരീക്ഷയൊക്കെ ഒന്ന് അവസാനിക്കും. പരീക്ഷയ്ക്ക് പകരം ചെറിയ ചില പരീക്ഷണങ്ങളിലൂടെ നമ്മുടെ ബുദ്ധി വൈഭവമൊക്കെ പരീക്ഷിക്കപ്പെടും എന്നൊക്കെ കുറേ കാലം മുന്നേ കേട്ടു തുടങ്ങിയതാണ്. ഇതിനൊരു അവസാനം ഉണ്ടായെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒന്ന് ഉടച്ചു വാർക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു. ജീവിതം പഠിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ചില സൈനും കോസും തീറ്റയും ഒക്കെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാനിവിടെ ഉപയോഗിച്ചതായി എൻ്റെ ഓർമ്മയിലില്ല. പക്ഷെ അതെന്തിനാണ് സ്കൂൾ കാലത്ത് കഷ്ടപ്പെട്ട് നമ്മളെ കൊണ്ട് പഠിപ്പിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇനി എങ്ങാനും വലിയ തലത്തിലേക്ക് എത്തുമ്പോൾ പഠിച്ചോട്ടെ എന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ അതൊക്കെ കടന്നുപോയ കാലം ഇതൊന്നും ഓർമ്മിപ്പിക്കല്ലേ എന്നല്ലേ നിങ്ങൾ ആലോചിച്ചത്? എനിക്ക് മനസ്സിലായി ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ട് അവനവന് ബുദ്ധിമുട്ടേറിയ ചില വിഷയങ്ങളെക്കുറിച്ചൊക്കെ.